നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. അഹമ്മദാബാദിലെ വിമാനാപകടം നടന്ന സ്ഥലത്ത് നിന്ന് 265 മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചതായി റിപ്പോർട്ട്. വാർത്താ ഏജൻസിയായ PTI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എങ്കിലും അപകടത്തിൽ എത്ര പേർ മരണപ്പെട്ടു എന്നതിൽ ഔദ്യോഗികമായ അന്തിമ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. 230 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. BJ മെഡിക്കൽ കോളേജിലെയും മേഘാനി നഗർ സിവിൽ ആശുപത്രിയുടെയും റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകളും ഹോസ്റ്റലുകളുമുള്ള സ്ഥലത്താണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള 5 പേരുടെ മരണം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ കൃത്യമായ മരണസംഖ്യ പുറത്തു വന്നിട്ടില്ല. വിദ്യാർത്ഥികളിൽ പലരെയും കാണാതായിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട്. അതേസമയം 290-ലേറെ പേർ മരിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു. DNA പരിശോധനയ്ക്ക് ശേഷം മരണസംഖ്യ പ്രഖ്യാപിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കി. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ 241 പേരും മരിച്ചു. രമേഷ് വിശ്വാസ് കുമാർ 38 എന്നയാളാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉൾപ്പെടുന്നു. പത്തനംതിട്ട സ്വദേശിയും നഴ്സുമായ രജിത G നായർക്കും അപകടത്തിൽ ജീവൻ നഷ്ടമായി. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് പിന്നാലെ സമീപത്തുള്ള BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു. എയർ ഇന്ത്യ വിമാനം ഇടിച്ചിറങ്ങിയ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ 5 വിദ്യാർത്ഥികൾ മരിച്ചതായി സ്ഥിരീകരണം. 4 മെഡിക്കൽ വിദ്യാർത്ഥികളും ഒരു PG റെസിഡന്റുമാണ് മരിച്ചതെന്ന് റിപ്പോർട്ടുകൾ. വിമാനം ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് വീണ് കത്തുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇവിടെയുണ്ടായിരുന്ന വിദ്യാർത്ഥികളെയാണ് ആദ്യം പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിമാനം തകർന്ന് വീണ് മെഡിക്കൽ ഹോസ്റ്റലിൽ 400-ലധികം പേരുണ്ടായിരുന്നു. ഇവരിൽ 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് വിവരം. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 23-ാം നമ്പർ റൺവേയിൽ നിന്ന് പറന്നുയർന്ന AI-171 ബോയിങ് 787 ഡ്രീം ലൈനർ ഇന്നലെ ഉച്ചയ്ക്ക് 1:38-നാണ് അപകടത്തിൽപ്പെട്ടത്. പറന്നുയർന്ന് 625 അടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിച്ചിരുന്നു. പിന്നാലെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ 230 പേർ യാത്രക്കാരും 12 പേർ ക്യാബിൻ ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ 242 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 169 ഇന്ത്യക്കാരും 53 ബ്രിട്ടീഷ് പൗരന്മാരും 7 പോർച്ചുഗീസുകാരും 1 കാനേഡിയൻ പൗരനും യാത്രക്കാരുടെ ലിസ്റ്റിലുണ്ട്. അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി 2016 മുതൽ 2021 വരെ 2 വട്ടമാണ് മുഖ്യമന്ത്രിയായത്. സംസ്ഥാനത്തെ BJPയുടെ കരുത്തനായ നേതാക്കളിൽ ഒരാളായി അറിയപ്പെടുന്ന വിജയ് രൂപാണി 2 വട്ടം നിയമസഭാ അംഗം, സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രി, രാജ്യസഭാ അംഗം എന്നിങ്ങനെ അനേകം ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ലണ്ടനിലുള്ള മകളെ കാണാനുള്ള യാത്രക്കിടെയാണ് വിജയ് രൂപാണി അപകടത്തിൽപ്പെട്ടത്. അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി രജിത ഗോപകുമാർ പത്തനംതിട്ട തിരുവല്ല പുല്ലാട്ട് സ്വദേശിയാണ്. ലണ്ടനിൽ ജോലി ചെയ്യുന്ന രജിത നാട്ടിൽ സർക്കാർ ജോലിയുടെ പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഒപ്പിടുന്നതിനു വേണ്ടിയാണ് 4 ദിവസത്തേക്ക് അവധിക്ക് നാട്ടിലെത്തിയത്. അവധി കഴിഞ്ഞ് തിരികെ പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത്. രജിതയുടെ മകൻ ഇന്ദ്രചൂഡൻ 10ാം ക്ലാസ്സിലും മകൾ ഇതിക 7ാം ക്ലാസ്സിലുമാണ്. ഇവർ മുത്തശ്ശിയുടെ കൂടെയാണ് താമസിക്കുന്നത്. വിമാനാപകടത്തിൽ നിന്ന് അവിശ്വസനീയമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ കഴിഞ്ഞ 20 വർഷമായി ലണ്ടനിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടിയും ലണ്ടനിലാണുള്ളത്. ബ്രിട്ടീഷ് പൗരത്വമുള്ള വിശ്വാസ് കുമാർ സഹോദരനായ അജയകുമാർ 45-നൊപ്പമാണ് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നത്. കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനായാണ് വിശ്വാസ് കുമാറും സഹോദരനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയത്. തുടർന്ന് തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. അഹമ്മദാബാദിലെ വിമാന ദുരന്തം ഹൃദയഭേദകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ ആകെ ഞെട്ടിച്ച ദുരന്തത്തിൽ അതീവ ദുഃഖമുണ്ടെന്നും വാക്കുകൾക്ക് അതീതമായ അവസ്ഥയാണെന്നും പ്രധാനമന്ത്രി Xൽ കുറിച്ചു. ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്കകം തകർന്നു വീണ എയർ ഇന്ത്യ വിമാനം പറത്തിയിരുന്നത് പരിചയസമ്പന്നരായ പൈലറ്റുമാർ. ക്യാപ്റ്റൻ സുമിത്
സബർവാളും ഫാസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറുമായിരുന്നു പൈലറ്റുമാർ. വിമാനം പറന്നയുടൻ തന്നെ പൈലറ്റുമാർ അപായ സന്ദേശം നൽകിയിരുന്നു. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് തിരിച്ചു ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിനു മുമ്പേ വിമാനം തകർന്നു വീണിരുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണുണ്ടായ ദുരന്തത്തിൽ കണ്ണീരൊപ്പാൻ ഇന്ത്യക്കൊപ്പം ലോകവും. ഇന്ത്യയെ നടുക്കിയ ആകാശ ദുരന്തത്തിൽ വേദന പങ്കുവെച്ച് ലോക നേതാക്കൾ രംഗത്തെത്തി. 241 പേർക്ക് ജീവൻ നഷ്ടമായ വിമാന ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചും ഇന്ത്യക്ക് പിന്തുണയും ഐക്യദാർഢ്യവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി തുടങ്ങിയ നിരവധി ലോക നേതാക്കൾ രംഗത്തെത്തി. യൂറോപ്യൻ യൂണിയനും വിമാന ദുരന്തത്തിൽ ഇന്ത്യയെ ആശ്വസിപ്പിക്കാനെത്തി. ഇന്ത്യയിൽ നടന്നത് ലോകത്തെ തന്നെ ഏറ്റവും ദാരുണമായ വിമാനാപകടമാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് നൽകാൻ കഴിയുന്ന എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞു. അഹമ്മദാബാദിൽ വിമാനാപകടമുണ്ടായ സ്ഥലം സന്ദർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒന്നിച്ചു നീങ്ങുന്നുവെന്നും സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. DNA പരിശോധന നടത്തി മൃതദേഹങ്ങൾ വിട്ടുനൽകുമെന്നും പ്രധാനമന്ത്രി സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ടെന്നും അമിത് ഷാ അറിയിച്ചു. എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ട അഹമ്മദാബാദിലേക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. അപകടം സംബന്ധിച്ച് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ N. ചന്ദ്രശേഖരനുമായി പ്രധാനമന്ത്രി സംസാരിച്ചു. സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വിദഗ്ധ സമിതി രൂപീകരിച്ച് അപകടത്തിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി അറിയിച്ചു. വ്യോമയാന സുരക്ഷ ശക്തമാക്കാനുള്ള വഴികൾ സമിതി നിർദ്ദേശിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ടാറ്റ ഗ്രൂപ്പ് ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതമാണ് ധനസഹായം നൽകുക. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് വഹിക്കുമെന്നും അപകടത്തെ തുടർന്ന് തകർന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടം പുനർനിർമ്മിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി. അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടുപിന്നാലെ എയർ ഇന്ത്യയുടെ വിമാനം തകർന്ന റിപ്പോർട്ടുകളെ തുടർന്ന് വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിൻ്റെ ഓഹരികളിൽ കനത്ത ഇടിവ്. US പ്രീ മാർക്കറ്റ് വ്യാപാരത്തിൽ 8% ഇടിവ് ആണ് ഓഹരി വിലയിൽ രേഖപ്പെടുത്തിയത്. അത്യാധുനിക യാത്രാ വിമാനങ്ങളിൽ ഒന്നായ ബോയിങ് 787-8 ഡ്രീം ലൈനറാണ് അപകടത്തിൽപ്പെട്ട വിമാനമെന്ന് വ്യോമയാന ട്രാക്കിംഗ് സൈറ്റായ പൈലറ്റ് റഡാർ 24 അറിയിച്ചു. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ 204 മൃതദേഹങ്ങൾ കണ്ടെത്തി. മൃതദേഹങ്ങൾ കൈമാറുന്നതിനായി അടുത്ത ബന്ധുക്കളുടെ DNA സാമ്പിൾ ശേഖരണം തുടങ്ങി. TJ മെഡിക്കൽ കോളേജിലെ കസോത്തി ഭവനിലാണ് രക്തസാമ്പിൾ ശേഖരണ നടപടികൾ തുടങ്ങിയത്. ഗാന്ധിനഗർ ഫോറൻസിക് ലാബിലാണ് DNA പരിശോധന നടത്തുക. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. സോളാർ എവിടെ നോക്കിയാലും സോളാർ തന്നെയല്ലേ? എന്നാൽ സോളാർ വെച്ചാൽ കറന്റ് പോയാൽ കറന്റ് ഇല്ലാതിരിക്കണം എന്നതാണ് വാസ്തവം. സോളാർ പ്ലാന്റ് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി വെറുതെ പാഴാകുന്നു. ഉപയോഗവും ഇല്ല, മീറ്റർ റീഡിംഗും ഇല്ല, എല്ലാം മൊത്തത്തിൽ നഷ്ടം മാത്രം. നിങ്ങൾക്കിതിന് ഒരു പരിഹാരം വേണ്ടേ? കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഹൈബ്രിഡ് സോളാർ വെച്ചാൽ നിങ്ങൾക്ക് കറണ്ട് പോകില്ല എന്ന് മാത്രമല്ല, ബാക്കി കറണ്ട് KCBക്ക് കൊടുത്ത വരുമാനവും ലഭിക്കുന്നു. എന്താ, വിശ്വാസമായില്ലേ? അപ്പോൾ ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.